ഹലോ ഡിയർ ഫ്രണ്ട്സ്, കുറച്ചധികം കുഞ്ഞുള്ളിയൊക്കെ ചേർത്ത് ചെമ്മീൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണേ. ഇതൊരു വെറൈറ്റി ചെമ്മീൻ റോസ്റ്റാണ്. ഇതിൽ കടുകും ഉലുവയും കുറച്ച് കായവും എല്ലാം നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിനായിട്ട് 1 കിലോ ചെമ്മീൻ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഡീവെയിൻ ചെയ്ത് വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ് വെച്ചിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം വലിയ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാൻ ഈസി ആയിരുന്നേ. കുറച്ചധികം കുഞ്ഞുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പില, പിന്നെ ഒരു ഉണക്കമുളക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഇൻഗ്രീഡിയൻസ് വഴിയെ പറയാം കേട്ടോ. നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. വെളിച്ചെണ്ണയിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. എണ്ണ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കണേ. 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാമേ. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുളകൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഒരു വലിയ പീസ് ഇഞ്ചിയാണ് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. 5-6 വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണേ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും റോ സ്മെൽ മാറുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് സോട്ട് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്താലും മതി കേട്ടോ. പേസ്റ്റ് ആഡ് ചെയ്യുവാണെങ്കിൽ ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടും. ഇതിനകത്തോട്ട് കുറച്ച് ഫ്രഷ് കറി ലീവ്സ് ക്രഷ് ചെയ്ത് ആഡ് ചെയ്യാം. ഇനിയാണ് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ആഡ് ചെയ്യുന്നത്. നീളത്തിൽ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത കുഞ്ഞുള്ളിയാണ്. ഒരേപോലെ ചോപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കാണാനൊരു ഭംഗിയാണ്, പിന്നെ പെട്ടെന്ന് നമുക്ക് സോട്ട് ചെയ്തെടുക്കാനും പറ്റും. ഇതേപോലെ പ്രോൺസ് കുക്ക് ചെയ്ത് കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റിയാണേ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുഞ്ഞുള്ളി ട്രാൻസ്ലൂസൻ്റ് ആകുന്നത് വരെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങ് കളർ ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്ത് സോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുള്ളി പെട്ടെന്ന് നമുക്ക് റോസ്റ്റായി കിട്ടും. ഉള്ളി എണ്ണയിൽ വഴറ്റിയെടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്രേഗ്രൻസ് ആണേ. ഇനി ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞളാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. സ്വല്പം കൂടെ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർ എണ്ണയുടെ ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്തോളൂ. ഇനി സ്വല്പം കായം ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇപ്പം എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും അല്ലേ, കായം, ഉലുവ, കടുക് ഇതെല്ലാം ആഡ് ചെയ്തിട്ടുള്ള എന്ത് ചെമ്മീൻ കറിയാണെന്ന്. ഇത് ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ. നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഉള്ളി ആവശ്യത്തിന് വഴറ്റിയെടുത്തിട്ടുണ്ടേ. ഇതിലോട്ട് ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യാം. 1/2 സ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. എരിവിനും പിന്നെ നല്ലൊരു കളറിനും വേണ്ടിയിട്ട് കശ്മീരി ചില്ലി പൗഡർ 1.5 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ആഡ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ച് പൗഡേഴ്സിൻ്റെയൊക്കെ നല്ലൊരു ഫ്രേഗ്രൻസ് വരുന്നിടം വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ മിക്സ് ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ സാവധാനം റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഈ മിക്സിലോട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ വെള്ളം കളഞ്ഞിട്ട് വേണേ ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാൻ. എത്രയൊക്കെ ഡ്രെയിൻ ചെയ്ത് മാറ്റിയാലും കുറച്ച് വെള്ളം ബാക്കി വരും. ഇതങ്ങ് കളയുവാണേ. ഇതിനൊട്ടും വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് ഞാൻ കമ്പൈൻ ചെയ്ത് കൊടുക്കുന്നത്. പുളിയുടെ ഫ്ലേവർ താല്പര്യമുള്ളവർക്ക് കൊടംപുളി അല്ലെങ്കിൽ വാളംപുളി വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് സ്വല്പം ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പുളിരസം വേണ്ട എന്നുള്ളവർ അതങ്ങ് സ്കിപ്പ് ചെയ്തോളൂ. കുറച്ച് കറി ലീവ്സും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പാൻ കവർ ചെയ്ത് വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഒന്ന് ചെക്ക് ചെയ്യാം. നോക്കിക്കേ, നമ്മൾ ഒട്ടും തന്നെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു. എന്നാലും ചെമ്മീനകത്തുനിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളത്തിലിരുന്ന് തന്നെ നമുക്ക് ചെമ്മീൻ നന്നായിട്ട് കുക്കായി കിട്ടും. ചെമ്മീൻ അധികം കുക്കിംഗ് ടൈമില്ല. അധികം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെമ്മീൻ്റെ ടെക്സ്ചർ അങ്ങ് മാറിയിട്ട് ആകെ ഒരു റബ്ബർ പോലെ ആയിപ്പോവും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് ചെമ്മീൻ പാകത്തിന് കുക്ക് ചെയ്തെടുക്കണം. കുറച്ച് ഗ്രേവിയോട് കൂടി ഈ ഡിഷ് സെർവ് ചെയ്യണമെന്നുള്ളവർക്ക് ഈ സമയത്ത് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. എനിക്ക് പക്ഷേ കുറച്ചും കൂടെ ഡ്രൈ ആക്കി എടുക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്നും കൂടി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുവാണ്. ഇനി പാൻ കവർ ചെയ്യുന്നില്ല. ചെമ്മീൻ പാകത്തിന് കുക്കായിട്ടുണ്ട്. ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. പാകത്തിന് ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഇനി ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യുവാണേ. കുറച്ചും കൂടി ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഞാനൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
സ്വല്പം നേരത്തേക്ക് ഇത് കവർ ചെയ്ത് മാറ്റി വയ്ക്കാം. ചെമ്മീൻ റോസ്റ്റ് നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യണേ. സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. ഉപ്പ് എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പാണെങ്കിലും ഈ സ്റ്റേജിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ചപ്പാത്തിയുടെ കൂടെയും വൈറ്റ് റൈസിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണിത്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് വൈറ്റ് റൈസ് കോംബോ ആണ്. സിമ്പിൾ റെസിപ്പിയാണ്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ചെയ്തെടുക്കാനും ഈസി അല്ലേ. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കാൻ മറക്കരുത്. ചെമ്മീൻ്റെ പല റെസിപ്പീസും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിരിക്കുന്നത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്. ബൈ ബൈ.